ഹലോ ഗായ്സ്, അപ്പോ അതിചന്ദ് സ്വാക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് നെല്ലിയാമ്പതിയിൽ ഫുൾ ഫാമിലി എത്തിയിരിക്കുകയാണ്. എക്സ്പ്ലോർ ചെയ്യുക അല്ലേ, നമ്മളിന്ന് സ്റ്റേ കാര്യങ്ങളൊക്കെയാണ്. സോ അതിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും സെറ്റ് അല്ലേ ഗൈസ്? കല്ലു സെറ്റ് അല്ലേ? കല്ലുട്ടോ സെറ്റ് അല്ലേ? സെറ്റാ, ലെറ്റ്സ് ഗോ. അതാ കിട്ടി. സോ ഗൈസ്, അപ്പം ഞങ്ങൾ കുറേ നാളിന്റെ ഇടവേളയ്ക്ക് ശേഷം ഫാമിലി ഒക്കെ കൂടിയിട്ട് നെല്ലിയാമ്പതി പോയിട്ട് സ്റ്റേ ചെയ്യാൻ പോവുകയാണ് അല്ലേ? അതെ. അപ്പൊ നമ്മളെല്ലാവരും നമ്മളുടെ ട്രാവൽ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും നമ്മൾ വന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. നമ്മളുടെ ഇന്നത്തെ ഈ ട്രിപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്വാതി. അപ്പൊ ഇവരുടെ ഹണിമൂൺ ആണ്. സോ മിനി ഹണിമൂൺ, ഇവരുടെ മിനി ഹണിമൂൺ ആണ്. പക്ഷെ ഞങ്ങൾ അത് മിഥുനുമാക്കി മാറ്റാനുള്ള പരിപാടിയില് അതെ 3 വണ്ടി 2 വണ്ടി ഇപ്പൊ 1 വണ്ടി ഇപ്പൊ വരും. അതെ, ദാക്ഷായണി ബിസ്ക്കറ്റ് മിഥുനം വൈബാക്കിയിട്ട് ഞങ്ങൾ ഇവരുടെ ഹണിമൂൺ ചെറിയ മിനി ഹണിമൂണിൽ ഞങ്ങൾ കൂടിയിട്ട് പോവാണ്. സോ എല്ലാവരും പരിചയപ്പെടുത്തും ഓരോരാൾക്ക് വെറുതെ. നമ്മൾ അതുകൊണ്ട് ഇത്തവണ ഫുൾ വേറെ ആരുമില്ല. നമ്മള് ഏട്ടൻ, വൈഫ്, നമ്മള് പിള്ളേര് മാത്രമാണ്. അപ്പൊ ഒന്ന് നൈറ്റ് ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. അപ്പൊ നമ്മളിനി എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ? കാട്ടുപോത്ത് നമ്മുടെ ഫസ്റ്റത്തെ മൃഗം. നല്ല ദൂരെയാണ്, കാണുന്നില്ല. യമണ്ട സാധനല്ലോ, ഏതാ അത്? അതെന്നെ പറഞ്ഞു. നമുക്ക് മനിക്കനെ കേറി പോയല്ലോ അതിലേട്ടാ. അന്ന് ഓട്ട സ്പീഡ് ഉണ്ടാവോ? പോടി. പുലിയന്മാരയില് നിർത്തണം അല്ലാട്ട. സാംസങ്ങില് സൂം ചെയ്യ കാട്ട്. സാംസങ്ങില് കാട്ട്. സാംസങ്ങിന്റെ ആ ഒരു സൂം 3 സീൻ. സായു, സായു, ഹായ്, ഗുഡ് ഈവനിങ്. ഹായ് പറ. സായു കാട്ടുപോത്ത അവിടെ? ഇവിടെ ഒന്നുണ്ട്, അവിടെ 3 എണ്ണം ഉണ്ട്, അവിടെ 4 ഉണ്ട്. ആദ്യം നിങ്ങളിപ്പോ അതല്ല, നമ്മൾ റിസോർട്ടിക്ക് ഇനി വണ്ടിയിലല്ലേ അല്ല നടന്നിട്ടല്ലേ പോണത്. നിങ്ങൾ ശരിക്കും കാട്ടുപോത്തിനെ കണ്ടോ? സൗണ്ട് കേട്ടല്ലേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. അതെ, കേശുവേട്ടന് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ജീപ്പില് വരും. ബാക്കി ഈ 2 ആമ്പിള്ളേരാണ് ഇത്രയും പെമ്പിള്ളേരിനെ നോക്കുന്നത്. 6. അതെ, ഇതെങ്ങനെയൊന്നും പറയല്ലടാ. എടാ സമയം 6:15 കേട്ടോ. അതാ ഞങ്ങൾ വരാം. ചന്തയിൽ കണ്ട ഒന്നും ചെയ്യില്ല, അഥവാ കണ്ടാലും വേഗം പോടാ. എല്ലാവരും കൂട്ടത്തോടാ. പേടിക്കേണ്ട കാര്യമില്ല.
എടാ റിസോർട്ട് ശരിക്കും ഗോസ്റ്റ് ഹൗസ് പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അടുവൊക്കെ അല്ലേ ഫസ്റ്റ് ഓടിയത്? അമ്പകൾ കഴിഞ്ഞ് ഫൈനലി ഞങ്ങളൊരു റിസോർട്ടിലെത്തി ഗൈസ്. യെസ്, അറ്റ് ലാസ്റ്റ്. ലീഫ് ആൻഡ് റൂട്ട്സിലേക്ക് നെല്ലിയാമ്പതിയിൽ നമ്മൾ ഫൈനലി എത്തി. ഏതാ 2 റിസോർട്ട് പറഞ്ഞു? കമോൺ, 2 റിസോർട്ട് ഉണ്ട് പറഞ്ഞല്ലോ. അതെ, ഓ ഇതിന്റെ എൻട്രി ഇതിലൂടെ. അതായത് ഇത് രണ്ടും കൂടെ കാണുമോ? കൂട്ടിമുട്ടില്ല, കണക്ഷൻ ഇല്ല അല്ലേ? ഓക്കെ, ഹോം ടൂർ. ഓക്കെ, ലൈറ്റഡ്. എടാ എന്തടാ ഇത്? ഇതാണോ? ആവോ, ഇതെന്തടാ പ്രേതാലയോ? ഞാനേ ഒറ്റയ്ക്ക് കയറിയിട്ട് ഇറങ്ങും. ഇതെന്തടാ അല്ല ഇല്ല അമ്പ. മാറാ. ഒരു വെളിച്ചില്ല പക്ഷെ ലൈറ്റ്, എല്ലാ ലൈറ്റും ഇട്. അടുക്കളയ്ക്ക് സ്റ്റൗ ഉണ്ട്, മറ്റേ പാത്രം വെക്കാനുള്ള ഗ്ലാസ് ഉണ്ട്, പിന്നെ സിങ്ക് ഉണ്ട്, പാത്രം സെറ്റപ്പ് പാത്രങ്ങളിലാണ്. വെള്ളം ഉണക്ക്. സീന് പാത്രം ഇങ്ങനെ കഴുകാം. ഓക്കെ, പിന്നെ അതിന്റെ ഇതെന്താ? ഇത് വളരെ നല്ല കിച്ചണാണ്. ബെഡ്റൂമിന്റെ അവസ്ഥ നോക്കട്ടെ. ഇവിടെ കുഴപ്പമില്ല കേട്ടാ, ഇവിടെ അതിനേക്കാളും ഒരു ശാന്തതയുണ്ട്. ശരിക്കും ഹണിമൂണ് വന്ന കപ്പിളിന് 2 കപ്പിളിനും ഓരോ ബെഡ്റൂം കൊടുക്കണം. ലേഡീസ് ഒക്കെ അവിടെ 2 ജീപ്പ് എടുത്താപ്പോ എങ്ങനെ അവര് നടന്നിട്ട് വരുന്നേ? സോ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അതാ എന്നെ കണ്ടു ഗൈസ്. അപ്പൊ നമ്മൾ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി കിച്ചൺ വർക്കാണ്. ശരിക്കും കല്ല് വന്ന് പണിയെടുക്കണ പോലെ അഭിനയിക്കുകയാണ്. നമ്മൾ തന്നെ ഇവിടെ കുക്ക് ചെയ്യാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ബീഫ്, പുലാവ്, എന്തൊക്കെയോ സാധനങ്ങളാണ്. ചേച്ചിമാര് മാത്രമേ പണിയെടുക്കുന്നുള്ളൂ ഗൈസ്. യെസ്, ഞങ്ങളൊക്കെ കുട്ടികളായതുകൊണ്ട് നമ്മൾ പണിയെടുക്കുന്നില്ല. സോ അവിടെ പോയിട്ട് അവരെന്താ ചെയ്യണേന്നും കൂടെ നോക്കട്ടെ. നമ്മുടെ കിച്ചൺ ഇവിടെ ഫുൾ ജെൻസ് ആണ് പണിയെടുക്കുന്നത്. ശരിക്കും ലേഡീസ് ഒന്നും പണിയെടുക്കണില്ല. എന്താണ്? ഓക്കെ ഓക്കെ, കേശോട്ടനാണ് അധ്വാനിച്ച് പണിയെടുക്കുന്നത്. കേശോട്ടാ ഷർട്ട് നോക്ക്, ഇനി പറ. ഷർട്ടിട്ട് വന്ന പെൺകുട്ടിയൊക്കെ പോയി. ഹായ്, കിച്ചൺ ഡ്യൂട്ടിയാണോ? ഞാൻ നൈറ്റ് ഡ്രസ് ഇട്ടു. നിങ്ങൾ മാറ്റുണ്ടോ? ഇല്ലേ? ഓ, ഞങ്ങളുടെ ബീഫാണ് ഇവിടെ കുക്കറിൽ വിസിലായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ബിസിയാണ് ഗൈസ്. എന്താ ഉണ്ടാക്കാൻ പോണ പറ? എന്താ ഉണ്ടാക്കും? എഗ് മസാല. പൊളിച്ചു. വയനാട് സ്പെഷ്യൽ. സായു ആണ് ഇവിടെ എല്ലാം. ഒരു പ്ലെയിൻ കിസും. എന്താണ്? ഓ ഹലോ ഗൈസ്, ഒരു പ്ലെയിൻ കിസും കൂടെ കൊടുക്ക്. അങ്ങനെ രാത്രിത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പോവാണ്. ക്യാമ്പ് ഫയർ. ക്യാമറമാൻ അഖിൽ ഇതാ വ്ളോഗാണിത് എന്റെ കയ്യില്. രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ വെച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ അല്ലേ സെറ്റായിണ്ടായിരുന്നില്ലേ? നിങ്ങൾ ട്രക്കിങ്ങിന് പോയോ? ബോയ്സ് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെ കണ്ടു? പോയി. ആണോ? ഞങ്ങള് പിന്നെ പോവാൻ റിസ്ക് എടുത്തില്ല. കാരണം ഇന്നലെ ഞങ്ങൾ വരുമ്പോ തന്നെ നന്നായി പേടിച്ചു. പിന്നെ രാത്രിയും കൂടെ ഇനി പോയാലേ ധൈര്യം കൊണ്ട് നല്ല പറയായിരുന്നു. പിന്നെ ചില ആൾക്കാര് എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാല്
ഓടിക്കോ പറഞ്ഞ പിന്നെ ആരിനെയും കണ്ടില്ല. വാ 1 മില്യൺ അടിച്ചാ എന്തിന് വീഡിയോ വയ്ക്കാ സെറ്റ്. ഞങ്ങളുടെ ഓ കല്ലൂടെ എൻ്റെ ഒരു വീഡിയോ 1 മില്യൺ അടിച്ച സന്തോഷത്തിലാണ് കല്ലു. അപ്പൊ ഇവിടെ രാത്രിയൊക്കെ ആയപ്പോ ഞങ്ങൾക്ക് സെറ്റ് ആയിട്ടാ വന്നിട്ട് ഒന്ന് അല്ലേ വന്നൊന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തു. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് യെസ് അത്രേ ഉള്ളൂ. ഇനി നമ്മൾക്ക് കേട്ടോ ഇപ്പൊ പിന്നെ പൊതുവെ എല്ലാവരുടെയും ചൂടായത് കൊണ്ട് തണുപ്പൊന്നുമില്ല. അങ്ങനെ കോട വരല് ഭയങ്കര തണുപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. രാത്രി കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ അല്ലേ? അത്രയല്ലേ ഉള്ളൂ വിശേഷങ്ങള്. ഓക്കെ ഗുഡ് മോർണിംഗ്. ഇല്ല റേഞ്ച് ഇല്ലടാ. ഞാൻ സജ്ജങ്ങളുടെ വീട്ടിക്ക് വിളിക്കാം. കേട്ടാണ് ഹായ് ആദി, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ സ്റ്റേ? അടിപൊളിയായിരുന്നു, മനോഹരമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല നമ്മള് വന്നപ്പോഴുള്ള നെഗറ്റീവ് വൈബ് പോയില്ലേ? റെഡിയായി. ചീവീടിന്റെ കരച്ചിലാണ് ഇവിടെ ഫുള്ള്. ചീവീട് അങ്ങനെ. ഇപ്പോഴാണ് ഗൈസ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവർക്കും എനർജി. ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ, ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ. അയ്യോ ദാ സായിമയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാ ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ. ഇതവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന. അതെ അതെ. ഹായ് ഹലോ, എന്താ പേരെന്താണ്? അടുത്ത ഫോട്ടോയ്ക്ക് വേണ്ടിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇവരുടെ പിന്നെ ഫോട്ടോഷൂട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. വലിയ ഷോക്ക് കാട്ടിട്ട്, പക്ഷെ എനിക്ക് എടുത്തു തരുന്നില്ല. അഖിലേട്ട ഫുൾ ബിസി. അതുകൊണ്ട് ഞാനിങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. കല്ലു പിന്നെ വീഡിയോ എടുക്കണല്ലോ പാവം. ഞാൻ ക്യൂലാണ് അവളുടെ അടുത്ത് ഒരു വീഡിയോ എടുത്തു. ഞാനും ആദ്യം കൂടെ എടുത്താ. അല്ല, അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നത്. ഞാൻ കോളിലായിരുന്നു, അപ്പൊ പെട്ടെന്ന് ഞാൻ എടുത്തു. ഓക്കെ സോ വന്നു. നിന്റെ വീഡിയോ എടുത്താ? എന്റെ വീഡിയോ എടുത്തില്ല ഞാൻ. ഇവളാണ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എടുക്കാൻ. മേലേക്ക് പൊക്കി കാണിച്ചു കൊടുക്കും. ഞാൻ എങ്ങനെ വീഡിയോ എടുക്കണം? എനിക്ക് ഞാൻ എന്റെ വീഡിയോ എടുക്കട്ടെ. എല്ലാവരും ബ്ലോഗാണോ? വ്യൂ പോയിന്റ് നോക്ക്. ഇതാണോ വ്യൂ പോയിന്റ്? വാവ് സൂപ്പർ. ഇതാണ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇത് കാണാനാണോ? ഒരു 50 മീറ്റർ നടക്കുമ്പോ ഇങ്ങനെ കണ്ടുകൂടെ? കാണാം കാണാം. സൂപ്പർ. ഹായ്ടാ. യെസ്, ലഗേജുകളൊക്കെ എടുത്ത് ബാഗുകളൊക്കെ എടുത്ത് ജീപ്പിൽ വെച്ച് നമ്മൾ അങ്ങനെ നെല്ലിയാമ്പതിനോട് വിട പറയാണ്. ബൈ ബൈ ബൈ. സോ നമ്മളുടെ അങ്ങനെ നെല്ലിയാമ്പതിയുടെ വാസം അവസാനിച്ചിരിക്കുകയാണ്. കുളു മണാലിക്കാ? ഇല്ലടി, എനിക്ക് വയ്യന്ന് പോവാനായിട്ട്. ഇതാ എല്ലാവരും ബാഗൊക്കെ എടുത്താ? ആദ്യയുടെ ബാഗൊക്കെ എടുത്തടാ. ഇനി വീഡിയോ എടുക്കാൻ പോകണോ? ഈശ്വരാ, അതില്ല ചേച്ചി പോച്ചു. ഹോം തിയേറ്റർ ഒക്കെ പാക്കപ്പ് ചെയ്. വെള്ളമൊക്കെ സെപ്പറേറ്റ് വേറെ വെച്ചാൽ പോലെ. അടുത്ത ജീപ്പ് വന്നിരിക്കുകയാണ്. ടാക്ടിക്കൽ ഓഫ് റോഡ് മഹേന്ദ്ര. ആരിന്റെ ഒക്കെ വണ്ടി വെച്ചു. ഒക്കെ വെച്ചു. ഐഡി മഴക്കാലം സ്വയം
ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കല്ല. കല്ല നമ്മുടെ കാർ എത്തി. അങ്ങനെ ട്രിപ്പ് അവസാനിച്ചു. അയ്യോ പപ്പടം എവിടെ? കല്ല ബാക്കിൽ നിന്നിട്ട് പക്കറ്റിൽ നിന്ന് പപ്പടം എടുക്കുക. ഒന്ന് സ്വാതി എനിക്കൊരു പപ്പടം എടുക്കുക. താങ്ക് യു. സോറി ഡാഡി. എന്താണ് ഊണ് മീൻകറി, പപ്പടം, സാമ്പാർ. പപ്പടത്തിന് സ്വീറ്റ് എന്താ ആകും ഗ്ലാസ് ചൂടായിട്ടേ. ഇന്നലെ മുതൽ നമ്മൾ ഫുഡിന് വേണ്ടി പരവേശമാണ്. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് ഇത് സായുമ്മ പപ്പടം ഫുഡ് കഴിച്ചിട്ട് പോവാണ്. പറ ബായ് കൊടുക്കപ്പോ. ഓ മൈൻഡില്ല. ഓക്കെ ബൈ. ഹായ് കല്ല. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അല്ലേ? എന്താണ്? അതെ അല്ലേട്ടാ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അതെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു ബ്ലോഗ് ഗൈസ് അല്ലേ? ഇനി അടുത്ത വല്ല അൺഎക്സ്പെക്ടഡ് വല്ല വീഡിയോസ് ഒക്കെ വരികയാണെങ്കിൽ അത് ബ്ലോഗായിട്ട് ഇടാം, അല്ലെങ്കിൽ ഫുൾ ഷോർട്സ് അല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. ആകു അവിടെ ഒരു എവിടെയോ ഉണ്ട്. ഓക്കെ അപ്പൊ പിള്ളേരൊക്കെ ഉണ്ട്. ആദി ബൈ. ആദി ബൈ. ഓക്കെ ഗൈസ് ബൈ. ബൈ ഗൈസ്.